ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ആലു പറാട്ടയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് ഞാനിവിടെ എടുത്തത്. 250 ml കപ്പിന് 2 കപ്പാണ് എടുത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. ഞാനിവിടെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മുഴുവനും ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് അടച്ച് വയ്ക്കാം. 15 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് പറാട്ടയ്ക്ക് ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 3 വലിയ ഉരുളക്കിഴങ്ങാണ് വേവിച്ചെടുത്തത്. വേവിച്ച ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളക്, ഇഞ്ചി, മല്ലിയില. പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്, അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1/4 ടീസ്പൂണോളം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തതുമാണിത്. അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ആംചൂർ പൗഡറാണ്. ആംചൂർ പൗഡർ എന്ന് പറയുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ കിട്ടുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 നുള്ള് ഗരം മസാല കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പൊട്ടറ്റോ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്തി എടുക്കണം. ഈ ആലു പറാട്ട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഒക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തുവിടാനും പറ്റിയ ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത മാവിൽ നിന്നും കുറച്ച് വീതം എടുത്ത് ഓരോ ഉരുളകളാക്കുക. എന്നിട്ട് അത് ചെറുതായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്യണം. ഇനി അത് ഗോതമ്പ് മാവിലൊന്ന് മുക്കിയ ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തി പോലെ കൂടുതൽ പരത്തേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നിയേക്കാം. 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത്രയും വലുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് അതിന് മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ മാവ് പരത്തി വെച്ചിരിക്കുന്ന ഈ മാവ് മുകളിലേക്ക് ഇങ്ങനെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് എടുക്കണം. എല്ലാ വശത്തു നിന്നും ഇതുപോലെ മുകളിലേക്ക് എടുത്ത ശേഷം അതൊന്ന് ചുരുട്ടി എടുത്തിട്ട് ആ എക്സ്ട്രാ മുകളിലേക്ക് വരുന്ന ആ മാവ് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കുറച്ച് മാവും കൂടെ മുകളിലിട്ട് ഇനി അത് പരത്തിയെടുക്കാം. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി കട്ടിയിലാണ് സാധാരണയായിട്ട് പറാട്ട നമ്മൾ പരത്തിയെടുക്കാറുള്ളത്. മാവിനുള്ളിൽ വെച്ചിരുന്ന ഫില്ലിങ് എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ വരത്തക്ക രീതിയിൽ വേണം പരത്തേണ്ടത്.
ഇനി ഒരു പൊറാട്ട കൂടി എങ്ങനെയാണ് പരത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പൊറാട്ടയും പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ 2 ഡ്രോപ്പ് എണ്ണ ഒഴിച്ച് അതൊന്ന് ഗ്രീസ് ചെയ്തിരുന്നു. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. സാധാരണയായിട്ട് നമ്മൾ പൊറാട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കുറച്ച് കൂടുതലൊക്കെ ചേർക്കാം. 2 വശവും ഇതുപോലെ എണ്ണ തടവി കൊടുക്കണം. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. കുറച്ച് തൈരും അച്ചാറും മതി പൊറാട്ട കഴിക്കാനായിട്ട്. പൊറാട്ട ഇവിടെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ 2 വശവും ബ്രൗൺ സ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊറാട്ട പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ആലു പൊറാട്ട ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇത് തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇതുപോലെ എല്ലാ പൊറാട്ടകളും കുക്ക് ചെയ്തെടുക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.